ഇവൾ എന്ത് ചെയ്തു, ഈ സൈഡിലൂടെ വന്നിട്ട് ഇതുപോലെ ഒരു തട്ട് വെക്കുന്നു. അനുമോള് ജസ്റ്റ് ഇതിനെ പാസ് ചെയ്ത് പോയി. നിങ്ങൾ ആര്യൻ എന്തിനാണ് ഈ കള്ളൻ, ഈ നുണയൻ പുറകെ ഓടിയത്? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാനും വൈഫും കൂടി കുറച്ച് നേരം കൊണ്ട് ചെയ്യും. പക്ഷെ അതിന് മുന്നേ ലൈവ് നോക്കിയ സമയത്ത് ഒരു വമ്പൻ അടി നടക്കുന്നുണ്ട്. അതായത് അക്ബറും പിന്നെ ഷാനവാസും തമ്മിൽ അടി, അതായത് ആര്യൻ അനുമോൾ ചെരുപ്പേർ ഫൈറ്റ്. ഇത് കാണാൻ വേണ്ടി ലൈവിൽ ഇരുന്ന സമയത്താണ് അതിന് മുന്നേ ചെറിയൊരു അടി അവിടെ പൊട്ടിയിട്ടുള്ളത്. ഈ ചെറിയ അടി പൊട്ടിയ സമയത്ത് അതായത് അനുമോളും ആര്യനും തമ്മിലാണ് പ്രശ്നം. ഇവിടെ ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ആവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ലൈവ് കണ്ടവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എപ്പിസോഡിൽ ഏകദേശം അനുമോൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എൻ്റെ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് വളരെ നന്നായി അത്, കാരണം അതൊരു കിട്ടൽ ആവശ്യമാണ്. രണ്ട് കാരണം കൊണ്ട്. എന്താണെന്നുള്ളത് ഞാൻ എപ്പിസോഡിൽ പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ആര്യനും അനുമോളും തമ്മിലൊരു ചെറിയൊരു ഇഷ്യൂ. അതായത് എല്ലാവരുടെയും പെട്ടിയും കാര്യങ്ങളും അതിനുള്ളിൽ വന്ന സമയത്ത് വന്നു കഴിഞ്ഞ് എല്ലാവരും പെട്ടിയൊക്കെ ശരിയാക്കി വെക്കുമ്പോൾ അനുമോൾ അതിലങ്ങോട്ട് കൊണ്ടുപോകേണ്ട പല ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. ആര്യൻ അവിടെ പെട്ടി തുറക്കുന്നു. ആര്യൻ പെട്ടി തുറക്കുന്ന സമയത്ത് അനുമോൾ അതിലെ പാസ് ചെയ്യുന്നു. അനുമോൾ പാസ് ചെയ്യുന്ന സമയത്ത് അനുമോൾ പാസ് ചെയ്ത് പോയ കഴിഞ്ഞ ഉടനെ തന്നെ ആര്യൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറയുകയാണ്, നീ പെട്ടി ചവിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പുറകെ നടന്ന് ഭയങ്കര രീതിയിൽ ഇവൻ കാച്ചറുണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സീൻ നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. രണ്ട് സീനും ഞാനിവിടെ പ്ലേ ചെയ്യാം. അതായത് ആര്യൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അതായത് അനുമോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു പോയി എന്നുള്ളത് ആര്യൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സീനും ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പേഴ്സണലി എന്ന് മനസ്സിലാവുന്നത്, ആര്യൻ മോനെ ബിഗ് ബോസിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ നേരും നറിയോടുകൂടി ഗെയിം കളിച്ചാൽ പ്രേക്ഷകരുടെ വോട്ട് കിട്ടിയിട്ട് കഴിച്ചിലാവാം. അത് ജസ്റ്റ് മനസ്സിലാക്കുക. വേറെയുള്ള പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കിട്ടിയാൽ പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്താ പറയുക, ഈ കള്ളത്തരം പരിപാടിയും കാര്യങ്ങളും ഒഴിവാക്കുക. ആ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ഉടനെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ചവിട്ടിയിട്ടില്ല, ഞാൻ തട്ടിയിട്ടില്ല, അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുള്ളത് അനുമോളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ആര്യൻ അവൻ്റെ അമ്മയെ സത്യമിട്ടിട്ട് പറയുന്നുണ്ട്, ഇവള് അനുമോള് ബാഗ് ചവിട്ടിയിട്ടാണ് പോയത്, അനുമോള് ബാഗ് തട്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്നുള്ളത് അവൻ്റെ അമ്മയെ സത്യമിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം. നുണ പറയരുത്. അത് പിന്നെ നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ കണ്ടതുകൊണ്ടും ഞാൻ അതിൻ്റെ വിഷ്വൽസിനെ കാണിക്കാൻ പോകുന്നത് കൊണ്ടും ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ദി ആംഗിൾ ദാറ്റ് ഐ ഹവ് സീൻ. ഞാൻ കണ്ട ആംഗിളിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ആര്യൻ അവിടെ നുണയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. എന്താ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണോ? പോട്ടെ. എന്തായാലും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്ന് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുക്കട്ടെ. അതായത് വലിയൊരു അടി അവിടെ ഇനി നടക്കാനുണ്ട്. ആ അടിയുടെ വേറെ കഥ. ഓക്കെ, അപ്പോൾ നിങ്ങളിനി സ്ക്രീനിൽ കാണാൻ പോകുന്ന സീനാണ്. ആര്യൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ജിസേലിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളത്. കണ്ടോളൂ കേട്ടോ. കണ്ടോ, ആര്യൻ പറയാണ് ഞാൻ സ്ലോലി നീക്കുന്നു, ഇവൾക്ക് വേണമേ, അതായത് ഇവൾക്ക് ജിസേൽ അവിടെ ഇരിക്കുന്നു, ഇവൻ പെട്ടി നിർത്തി വെക്കുന്നു, ഇവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചാടിക്കടക്കാം. പക്ഷേ ഇവൾ എന്ത് ചെയ്തു, ഈ സൈഡിലൂടെ വന്നിട്ട് ഇതുപോലെ ഒരു തട്ടിന്ന് ആര്യൻ തട്ട് നോക്കിക്കോളൂ, ഇതുപോലെ തട്ടി ഒരു പെട്ടി നീങ്ങിപ്പോയി എന്നാണ് ആര്യൻ പറയുന്നത്. ഇതാണ് അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ അനുമോൾ ചെയ്തു എന്നുള്ളതാണ് ആര്യൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനനുസരിച്ച് കണ്ടിട്ടാണ് എല്ലാവരും അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയത്. അതായത് ഒന്നും കൂടി കണ്ടോളൂ. അതായത് ഇവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചാടിക്കടക്കാം, പക്ഷെ അവൾ ഇങ്ങനെ ചാടിക്കടക്കാതെ സൈഡിലൂടെ പോയി പെട്ടി തട്ടി. ഇതാണല്ലോ ആര്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജിസേൽ അതിന് പറഞ്ഞിട്ടുണ്ട് അവൾ നിന്നെ പ്രൊവോക്ക് ചെയ്യാണ്, അവൾ ഡ്രാമ കളിക്കുകയാണ്. വേറൊരു കാര്യം കൂടി ജിസേൽ പറഞ്ഞു, നോക്ക് അവൾ ചെയ്യാത്ത കുറ്റം നീ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഇത് അവൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജിസേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പാനി ഇവിടെ പറഞ്ഞു നീ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അവിടെ കാര്യമായിട്ട് ആരും വിശ്വസിച്ചിട്ടില്ല. അവരെല്ലാവരും ആര്യൻ്റെ വാക്കാണ് മുഖവിലയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് കണ്ടോളൂ. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇതാ ആര്യൻ അവിടെ പെട്ടി കെട്ടുന്നു, ആര്യൻ പെട്ടി തുറക്കുന്നു. ആ സൈഡിലൂടെയാണ് അനുമോൾ പാസ് ചെയ്യുന്നത്. അനുമോൾ ജസ്റ്റ് പാസ് ചെയ്യുന്നു. ദാ അനുമോൾ ബാക്കിലൂടെ പാസ് ചെയ്യുന്നു. ഇവൻ്റെ പെട്ടി എവിടെയാണ് ഇരിക്കുന്നത് നോക്കിക്കോളൂ. അവൻ്റെ മുട്ടിൻ്റെ മുകളിലാണ് പെട്ടി ഇരിക്കുന്നത്. ഇവനോട് വെക്കുന്നു. അനുമോൾ ജസ്റ്റ് ഇതിനെ പാസ് ചെയ്ത് പോയി. നിങ്ങൾ കണ്ടോ, ഇവൻ പുറകെ ഓടുന്നു കണ്ടോ, അനുമോളെ പുറകെ ഓടുകയാണ് ആര്യൻ. എന്തിനാ വെച്ചാൽ നീ എൻ്റെ പെട്ടി തട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്
ആര്യൻ എന്തിനാണ് ഈ കള്ളൻ ഈ നുണയൻ പുറകെ ഓടിയത്? ഈ നുണയൻ എന്തിന് പുറകെ ഓടി? ഇപ്പം ഇങ്ങനെ കള്ളത്തരം പഠിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്? കള്ളത്തരം കൊണ്ട് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ആര്യൻ കുട്ടൻ വന്നിട്ടുള്ളത്? കണ്ടോളൂ ഒന്നും കൂടി. അനുമോൾ ബാക്കിലൂടെ വരുന്നുണ്ട്. ഇനി ഇതൊക്കെ കണ്ടിട്ട് അനുമോളുടെ PR കുയ്യാറ് വരുന്നുണ്ടല്ലോ, നിങ്ങൾ സത്യത്തിൽ നേരിട്ട് കണ്ടോളുണ്ടോ ഈ വിഷയത്തിൽ ആരാണ് കറക്റ്റ് എന്നുള്ളത്? അനുമോൾ ബാക്കിൽ, ഇതാണ് എനിക്ക് ക്യാമറയിൽ കാണുന്ന കേട്ടോ, ഇനി വേറെ വല്ല ക്യാമറ ആംഗിൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന സീനിലൂടെ കാണുന്നു. നേരെ അനുമോൾ വരുന്നുണ്ട്. അനുമോൾ വന്നു. അനുമോളെ കാല് ശ്രദ്ധിച്ചോളൂ. അനുമോൾ നടന്ന് ജസ്റ്റ് നടന്നു പോയി. വലത്തെ കാല് വെച്ചു, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവൻ്റെ പെട്രോൾ അടുത്ത് കൂടി പോയിട്ടില്ല എന്നുള്ള എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവനെന്ത് ചെയ്യുന്നു? പുറകെ ഓടിയിട്ട് അനുമോളെ തട്ടി എന്നും പറഞ്ഞിട്ട് അനുമോളെ പുറകെ കൂടുന്നൊരു സീനാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഇത് ഭയങ്കര ഇഷ്യൂ അവിടെ ഉണ്ടായി. ജസ്റ്റ് കുറച്ച് മുന്നേ നടന്നിട്ടുള്ളതാണ്. ഇതിലാരാണ് സത്യം? ഇതിലാരാണ് യഥാർത്ഥത്തിൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? ലൈവ് കണ്ടവർ നിങ്ങൾ ആ സീന് കണ്ടോ എന്നുള്ള അറിയില്ല, എപ്പിസോഡിൽ പ്ലസ്സിൽ എത്ര കാണിച്ചു എന്നുള്ള അറിയില്ല. ഇവരെല്ലാവരും അപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അനുമോളെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അനുമോളുടെ കയ്യിൽ കുറേ സംഗതികളുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. കംപ്ലീറ്റ് ആയിട്ട് അനുമോൾ ഉള്ളിൽ ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഗെയിമിന് വേണ്ടി പല പരിപാടികളും കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ആര്യനാണ്. അത് യാതൊരുവിധ സംശയവും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചെയ്ത വീഡിയോ ഒരുവിധം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ആ വീഡിയോ ഇട്ട് നോക്കിയാൽ മതി. വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ കൂടി കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോളൂ. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അനുമോൾ ഇതിലെ വന്നു, അതിൽ അനുമോൾ നടന്നു പോയി. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. റിവേഴ്സ് എന്താ റിവേഴ്സ് സൈക്കോളജിയോ മറ്റേ സൈക്കോളജി എന്ത് പരിപാടിക്ക് വേണമെങ്കിൽ വരാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ലേ, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ ചങ്ക് മനസ്സിലാക്കാം. പിന്നെ പക്ഷേ ഇവൻ പറഞ്ഞത് എന്താ വെച്ചാൽ തട്ടിപ്പോയി, ഇങ്ങനെ ചാടി കടന്നാൽ മതിയായിരുന്നു, ഒക്കെ തട്ടിപ്പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന്. അനുമോൾ ചാടിയായിരുന്നു കടന്നിരുന്നെങ്കിൽ ഇവൻ അതിലേറെ വലിയ പുകിലുണ്ടാക്കാമായിരുന്നു. ആര്യൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിൽക്കുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വെള്ളത്തിലിട്ടിട്ടുള്ള സാധനം പോലെ ആയിട്ട്, വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടുണ്ട്. യാതൊരുവിധ കോംപ്രമൈസിനോ പരിപാടിക്ക് നിൽക്കുന്നില്ല. ഇവൻ 1-to-1 ഡയറക്റ്റ് ഫൈറ്റ് അനുമോളായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രേക്ഷകർ കാണുക, അതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ക്ലിയർ ഒരു ഫേവറേറ്റ്സോ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നാളെ അനുമോൾ ഇതേമാതിരി എന്തെങ്കിലും സംഗതികൾ തിരിച്ച് ചെയ്താലും അപ്പോഴും ഞാൻ പറയും, അതിൽ യാതൊരു സംശയമില്ല. ഇന്നൊരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവർ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഉള്ള മാതിരി പറയാൻ തന്നെയാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വി കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ കേസ് ഇത്രയേ ഉള്ളൂ, ഇതൊരു ഗെയിം ഷോ ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ളൊരു ഗെയിം ഷോ ആണ്. ഇതിലേക്ക് പോകുന്നവർ ഇതിൻ്റെ വരുംവരായകൾ അറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് കാണിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ കടന്നിട്ട് പിന്നെ കോമരം തുള്ളിയിട്ടോ അതെടുത്തിട്ടോ ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആയിരിക്കും, അവർ നല്ല രീതിയിൽ കളിച്ചാൽ നമ്മൾ നല്ലത് പറയും. അവർ നല്ല രീതിയിൽ കളിക്കാത്ത സംഗതി ഉണ്ടോ നമ്മളെങ്ങനെ പറയും? ഉണ്ടാക്കി പറയാൻ പറ്റില്ല, ഉണ്ടാക്കി പറയാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ക്ഷമിക്കൂ, സഹിക്കൂ, വേറെ ഒരു മാർഗമില്ല. നാളെ ആരും നല്ല കാര്യം ചെയ്താൽ, എന്തെങ്കിലും ചെയ്താൽ, പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ പരിപാടി കണ്ടു വെച്ചൊക്കെ അവൻ ചെയ്യും തോന്നുന്നില്ല. നാളെ അവൻ നല്ല വല്ല പരിപാടികളും ചെയ്താൽ, അല്ലെങ്കിൽ അക്ബർ ചെയ്താൽ, അപ്പാനി ചെയ്താൽ ഒക്കെ പറയും, പറയാതിരിക്കില്ല. അതിനുള്ള ചാൻസ് കൂടി തരണം എന്ന് മാത്രം. ഓക്കെ, ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇന്ന് ഈ അനുമോളുടെ ടാർഗറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഒരു ലൈവ് എക്സാമ്പിളാണ് ഈ ഒരു സംഭവമാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീണ്ടും ലൈവിൽ അടുത്തൊരു അടി നടക്കുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. മാത്രമല്ല എപ്പിസോഡ് റിവ്യൂ ചെയ്യണം. ഇനി ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി, 12 മണിയാവാനായി. എപ്പിസോഡ് റിവ്യൂ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.